രണ്ടെണ്ണം മേളിൽ കയറി ഇരിക്കുന്നുണ്ടോ? രണ്ട് പിള്ളേർ. അവനാണ് ഹിറ്റാച്ചി താഴെ ഇരിക്കുന്നവൻ. ഹിറ്റാച്ചിയുടെ മെഷീനാണ്. പണ്ടത്തെ വലിയ അടിപൊളി മെഷീനാണ്. ഇപ്പം അത്ര ഒന്നും ഇതില്ല. ഇതിലും കുറഞ്ഞ സാധനം. പക്ഷേ ഈ മെഷീനൊക്കെയാണ് നമ്മൾ എടുക്കുവാണെങ്കിൽ എടുത്ത് ഉപയോഗിക്കേണ്ടത്. ഇപ്പോഴത്തെ മെഷീൻ എല്ലാം പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് ബോഡി ഇതൊക്കെയാണ്. ചെറിയ വിറ്റുമൊക്കെ ഇട്ടാൽ നല്ല കോൺക്രീറ്റ് വർക്ക് വരുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മെഷീൻ ഇത്. ഞാൻ തുറന്ന് കാണിക്കാം. ഇപ്പോൾ ഇവനെ തുറക്കാൻ പോവുക. ഇത് ഹിറ്റാച്ചിയുടെ 15 kg ജാക്ക് ക്യാമറ. നല്ല മെഷീനാണ്. പക്ഷേ ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ല. ഇത് പെട്ടെന്നൊന്നും പോകത്തില്ല. ബിറ്റ് തേഞ്ഞ് നമ്മൾ ഉപയോഗിച്ചാൽ ഇതിന് പണി കിട്ടും. ഇത് മൊത്തം ചടങ്ങാവും. ബിറ്റ് തേയാതെ നല്ല മൊന വേണം. മൊനയുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് മൊനയൊന്നും കുഴപ്പമില്ല. ഇച്ചിരി തേഞ്ഞാൽ അതിന് മൊനയില്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ നമ്മൾ കാച്ചിക്കുകയോ പുതിയ ബിറ്റ് മേടിക്കുകയോ ഒന്നും ചെയ്യാതെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത് പോക്കാം. ഈ മെഷീൻ ഇത് പോയിരിക്കുക. പോയി എറണാകുളത്ത് കൊണ്ടുപോയി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു 5000 രൂപയ്ക്ക് നമുക്കിത് റെഡിയാക്കി തരും. എന്നാന്ന് ചോദിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഉപയോഗിക്കുമ്പോൾ എർത്തുണ്ട്. ആർമേച്ചറിന് ഇച്ചിരി ചെറിയ കംപ്ലൈൻറ്റും എർത്തും വരുന്നുണ്ട്. പക്ഷേ ഓയിലൊക്കെ നമ്മൾ ഒഴിക്കുന്ന ഭാഗങ്ങളാണ്. ഓയിലൊഴിക്കുക, പിന്നെ വിറ്റിടുന്ന ഇതൊക്കെ വലിയ ഹൈ ഇതാണ്. നമ്മളുടെ ഇത് വിരലിനേക്കാളും വിറ്റ് ഭയങ്കര വലുപ്പമാണ്. മറ്റേ ഇപ്പോൾ ഉള്ള മെഷീനൊക്കെ ഉണ്ട് കോൺക്രീറ്റ് അടിക്കുന്നത്. ആ മെഷീനൊന്നും ഇത്രയും പവറില്ല. പെട്ടെന്ന് കേടാവും. നമ്മൾ മേടിക്കണമെങ്കിൽ ഇതുപോലത്തെ മെഷീൻ മേടിക്കണം. ഇരുമ്പാണ്, മൊത്തം ഇരുമ്പാണ്. പ്ലാസ്റ്റിക് ഇല്ല ഇതിൻ്റെ അകത്ത്. ആ സ്വിച്ച് മാത്രം, ഈ സ്വിച്ച് മാത്രം എന്തെങ്കിലും പ്ലാസ്റ്റിക് കാണത്തുള്ളൂ. പിന്നെ ഇത് റബ്ബറാണ്. ഏതാണ് ഹാൻഡ് പിടിയുടെ കൂടെയുള്ള ഇതൊക്കെ ഇരുമ്പാണ്, മൊത്തം ഇരുമ്പാണ്. മൊത്തം ഇതാണ്. ഇത് ഇരുമ്പ്, മൊത്തം ഇരുമ്പാണ്. ഇതെല്ലാം ഇരുമ്പാണ്, മൊത്തം ഇരുമ്പാണ്. ഹെവി ഡ്യൂട്ടിയാണ്. 15 കിലോയാണ്. 1300 വാട്ട്സ് എങ്ങാണ്ടുണ്ട് ഇതിന്. അതായത് ഇതിൻ്റെ നമ്പർ ഹിറ്റാച്ചി നമ്പർ ഞാൻ മറന്നുപോയി. ഹിറ്റാച്ചി HP അല്ല PH65A ഇതൊരു 10 വർഷം മുന്നേ ഇതിനൊരു 40,000 രൂപ വിലയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വില എനിക്കറിയത്തില്ല. ഇതിപ്പോൾ ഉണ്ടോയെന്നും അറിയത്തില്ല. എല്ലാവരും എളുപ്പവഴി നോക്കി പോയിട്ട് ഉപയോഗിക്കാൻ എളുപ്പവഴി. ഇപ്പോൾ എല്ലാവരും നമ്മളെല്ലാം ബംഗാളികളുടെ കയ്യിലല്ലേ കൊടുക്കുന്നത്. അന്നേരം പിന്നെ ആ വെയിറ്റ് നോക്കണ്ടല്ലോ. നമ്മൾ ഹെവി ഡ്യൂട്ടി എടുക്കുക. അല്ലാതെ ഈ ബിറ്റൊന്നും ഒരിക്കലും പോകത്തില്ല, സ്റ്റക്ക് ആകത്തുമില്ല. ഈ ബിറ്റെന്നൊക്കെ പറഞ്ഞാൽ ഇതുണ്ടോ, ഇതാണ് ലോക്കാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ലോക്കേന്ന് പോകത്തില്ല. ലോക്ക് അറിയാം. ലോക്ക് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിറ്റിനേക്കാളും വലുപ്പമാണ് ആ ലോക്കിന്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് പറയാം, ബാക്കി ഇത് പറയാം. ഇതിൻ്റെ അകത്തൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗ്രില്ലില്ലേ, ഈ ഗ്രില്ല് ഇതിൻ്റെ അകത്തൂടെ മണ്ണും കല്ലും എല്ലാം കയറും. നമ്മൾ അറിയാതെ താത്ത് പിടിച്ചാൽ അന്നേരം ആർമേച്ചർ ഡാമേജ് ആകും. വേറെ പ്രശ്നമൊന്നുമില്ല. മൊത്തം ഇരുമ്പാണ്, മൊത്തം ഇരുമ്പെന്ന് പറഞ്ഞാൽ കാസ്റ്റേൺ ആണോ എന്താണെന്നറിയത്തില്ല. പെയിൻ്റ് അടിച്ചേക്കുക, അതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല നമുക്ക്. മൊത്തം ഇരുമ്പ്. ഇതുണ്ടോ, ഇത് നമ്മുടെ ബ്രഷ് ഇടുന്ന ഭാഗം. ഇതുണ്ടോ, 2 സ്ക്രൂവാണ്. ഇത് മറ്റേ ഇതാ എയർ കയറിപ്പോകാനുള്ള ഇത്. പിന്നെ ഓയിൽ ഇടാനുള്ള
ഇതാണ് ഇതിൻ്റെ അകത്തൂടെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഗേജും ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ബജാജ് സ്കൂട്ടറായാലും ബജാജ് പൾസറായാലും ഒക്കെ കാണുന്ന ഒരു ഓയിൽ ഗേജ് ഉണ്ടല്ലോ, ആ ഗേജ് തന്നെ ഇതിൻ്റെ അകത്ത്. ബൈക്കിൻ്റെ അകത്ത് ബജാജിന് മാത്രമുള്ളതെന്ന് തോന്നുന്നു, മറ്റേ ഹോണ്ടായ്ക്കൊന്നും അങ്ങനെ ഇല്ല. അതേ സെയിം ഗേജാണ്. പിന്നെ നമ്മൾ കംപ്രസർ മോട്ടറേലും കാണുന്നതുണ്ട്. കംപ്രസർ മോട്ടറേലും ഈ ഗേജ് തന്നെ കാണാം. നമുക്ക് തുറന്നിട്ട് ഇതിൻ്റെ അകത്തൂടെ തന്നെ ഓയിൽ ഒഴിക്കാം. ഓയിലാണ്, ഗ്രീസല്ല. ബാക്കി മൊത്തം ഇരുമ്പാണ്. ഇതൊക്കെ ഇരുമ്പെന്ന് പറഞ്ഞാൽ നല്ല ഇരുമ്പ്. ഹിറ്റാച്ചിയുടെ പഴയ ഈ ഹാൻഡിൽ മാത്രം വേറെ എന്തോ മെറ്റലാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ തൊടുമ്പോൾ ഭയങ്കര ഇരുമ്പാണ്. കണ്ടോ, ഇത് മാത്രം എന്തോ അത് നമുക്ക് വേണ്ടിയാണ്, സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് അല്ല, എന്താണല്ലോ ഇരുമ്പ് പോലെ തന്നെ ഇരിക്കുന്നത്. സേഫ്റ്റിക്ക് വേണ്ടി അവർ കറണ്ട് അടിക്കാതിരിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല അതിനെപ്പറ്റി കൂടുതൽ. ഇഷ്ടംപോലെ ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ട് വെച്ചേക്കും. എടുത്ത് കാണിക്കണമെന്നുണ്ട്. ഇപ്പം ഒരു കൈ മൊബൈൽ പിടിച്ചേക്കുന്നുണ്ട്, ഇത് എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. 15 കിലോ ഉണ്ട്. നമ്മുടെ ഒരു 10 കിലോയുടെ അരി ചാക്ക് നമ്മൾ മേടിച്ചുകൊണ്ട് പോകുന്ന അറിയാമല്ലോ, അത് തന്നെ പാടാം. അന്നേരം പിന്നെ ഈ ഒറ്റ കൈക്ക് ഇടത്തെ കൈയും കൊണ്ട് 15 കിലോയുടെ ഈ മെഷീൻ എടുക്കാൻ നമുക്ക് പാടാം. ഇപ്പോഴത്തെ മെഷീനൊക്കെ പെട്ടെന്ന് പോകും, ഇതൊന്നും പെട്ടെന്നും പോകത്തില്ല. പഴയ മെഷീനാണ്. പഴയ മെഷീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് ഹിറ്റാച്ചിയുടെ. ഇപ്പം എല്ലാവരും പ്ലാസ്റ്റിക്കും വെയിറ്റ് കുറഞ്ഞതൊക്കെ നോക്കി എടുക്കുന്ന, അതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് ഈ മെഷീൻ്റെ നമ്പർ. ഇത് നോക്കി വെച്ചാൽ മതി.